നമസ്കാരം, ഞാൻ സുചിത്ര. ഇന്നീ വായനാ കൂട്ടായ്മയിൽ നമ്മൾ വായിക്കുന്നത് ശ്രീ പ്രകാശൻ ചുനങ്ങാട് എഴുതിയ അപ്പുവിൻ്റെ ലോകം എന്ന നോവലിലെ അധ്യായം 1-ലെ 3-ാം ഭാഗമാണ്. 21, 22, 23 എന്നീ പേജുകളിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ആലത്തിയൂരനുമാനെ, പെരുസ്വപ്നം കാണരുതേ, പെരുസ്വപ്നം കണ്ടാലോ വാലോണ്ടടിച്ചോടിക്കണേ. എന്നും രാത്രി ഉറങ്ങാൻ കിടക്കുന്നേരം അപ്പു പ്രാർത്ഥിച്ചു. മുത്തശ്ശി പഠിപ്പിച്ചു തന്നതാണ്. എന്നിട്ടും അപ്പു പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടു. ഉറക്കത്തെ നിലവിളിച്ചു. യക്ഷികളും പ്രേതങ്ങളും മുടിയന്മാരും അപ്പുവിനെ പേടിപ്പിച്ചു. പല്ലിളിച്ചുകൊണ്ട് യക്ഷി അപ്പുവിൻ്റെ അടുത്തേക്ക് വന്നു. പേടിച്ചിളറിക്കൊണ്ട് അപ്പു ഏട്ടനെ പൂണ്ടടക്കം പിടിച്ചു. ഏട്ടൻ്റെ കൂടെയാണ് അപ്പു കിടക്കാറ്. ഒറ്റയ്ക്ക് കിടക്കുന്ന കാര്യം ആലോചിക്കാനേ വയ്യ. ഈ ചെക്കനെ കൊണ്ട് തോറ്റു, ഇവനെ എൻ്റെ അടുത്ത് കിടത്തണ്ട. ഏട്ടൻ കൈയൊഴിഞ്ഞു. അങ്ങനെയാണ് കിടപ്പ് മുത്തശ്ശിയുടെ അടുത്തേക്കാക്കിയത്. അല്ലെങ്കിലും മുത്തശ്ശിയോട് ഒട്ടിക്കിടക്കാനാണ് അപ്പുവിനിഷ്ടം. ഒറ്റയ്ക്ക് കിടന്ന് ശീലാവട്ടെ, എന്നാലേ അവൻ്റെ പേടി മാറൂ എന്നാണ് അമ്മ പറയുന്നത്. മുത്തശ്ശിക്ക് സമ്മതമല്ലായിരുന്നു. ഉറക്കത്തിൽ അപ്പു മോങ്ങാൻ തുടങ്ങുമ്പോഴേക്കും മുത്തശ്ശി തട്ടി വിളിക്കും. ചോര കുടിക്കാൻ വന്ന യക്ഷിയിൽ നിന്നും കഴുത്തൊടിക്കാനെത്തിയ ഒടിയനിൽ നിന്നും അങ്ങനെ അപ്പു രക്ഷപ്പെട്ടു. കാവിലൻ നമ്പൂരിയെക്കൊണ്ട് ചരടുണ്ടാക്കിച്ച് അപ്പുവിൻ്റെ കഴുത്തിൽ കെട്ടി. മുത്തശ്ശിക്ക് അപ്പുവിനെ എടുത്തുകൊണ്ട് നടക്കാനും ചോറൂട്ടാനും വയ്യാതായപ്പോൾ ആ പണി ഓപ്പോൾക്ക് കിട്ടി. അമ്മയുടെ അനിയത്തിയാണ് ഓപ്പോൾ. 2 ഉരുള അകത്താക്കണമെങ്കിൽ വലിയ പാടായിരുന്നു എന്നാണ് അമ്മയും മുത്തശ്ശിയും ഓപ്പോളും പറയുന്നത്. ക്ഷമ വളരെ കുറവാണത്രേ അമ്മയ്ക്ക്. ചോറ് കുഴച്ച് വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചെക്കൻ തല അങ്ങോട്ട് തിരിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട്. അമ്മയ്ക്ക് ദേഷ്യം വരും. ചന്തിക്കൊരു പിച്ച്. അപ്പു പെട്ടിപ്പാട്ട് തുടങ്ങുകയായി. പിന്നെ കരച്ചിൽ നിർത്തിക്കിട്ടാനാണ് പാട്. ഓപ്പോള് അപ്പുവിനെ ഒക്കത്തിരുത്തും. അപ്പുവിനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ഇടം കൈയിൽ കിണ്ണമുണ്ടാവും. കിണ്ണത്തിൽ ഉപ്പും തൈരും കൂട്ടിക്കുഴച്ച് ഉപ്പി വടിച്ച ചോറുണ്ടാവും. സന്ധ്യ മയങ്ങിയ നേരത്ത് മുറ്റത്ത് നടന്നുകൊണ്ടാണ് അപ്പുവിനെ ചോറൂട്ടുന്നത്. മാനത്തെ അമ്പിളിമാമനെയും കണ്ണു ചിമ്മുന്ന നക്ഷത്രങ്ങളെയും കാണിച്ചു കൊടുത്ത് ഒരു കുഞ്ഞിരുള്ള തഞ്ചത്തിൽ അപ്പുവിൻ്റെ വായിൽ വെച്ചു കൊടുക്കുന്നു. ചോറ് തുപ്പിക്കളയും അപ്പു. അപ്പോൾ ഓപ്പോള് അപ്പുവിനെ പേടിപ്പിക്കുന്നു. 2 കണ്ണം വരും, വേഗം മാമുണ്ടോ. ഇരുട്ട് വീണു കിടക്കുന്ന തൊടിയിലേക്ക് അപ്പു തുറച്ചു നോക്കും. വാഴയുടെ മറവിലോ തെങ്ങിൻ തൈൻ്റെ അപ്പുറത്തോ 2 കണ്ണം നിൽക്കുന്നുണ്ടോ. 2 കണ്ണിനെ പേടിച്ച് 2-3 ഉരുള അപ്പുവിൻ്റെ അകത്താവുന്നു. ചില ദിവസങ്ങളിൽ കുഞ്ചീരയുടെ പേര് പറഞ്ഞാണ് ഓപ്പോള് അപ്പുവിനെ പേടിപ്പിക്കുക. കുട്ടികളെ പിടിച്ചുകൊണ്ടു പോവാൻ വരുന്ന പ്രാന്തനാണത്രേ കുഞ്ചീര. മാമുണ്ണാത്ത കുട്ടിയോളെ കുഞ്ചീരയ്ക്ക് വലിയ ദേഷ്യമാണ്. പതുങ്ങി വന്ന് ചോറുണ്ണാത്ത കുട്ടിയോളെ തൂക്കിയെടുത്ത് പൊക്കണത്തിലിട്ട് കുഞ്ചീര കൊണ്ടുപോകും. കുന്നിൻ്റെ മുകളിലുള്ള ഒരു ഗുഹയിലാണത്രേ കുഞ്ചീര താമസിക്കുന്നത്. അപ്പു വായ തുറക്കാൻ മടി കാണിക്കുമ്പോൾ ഓപ്പോള് അപ്പുവിനോട് ചോദിക്കുന്നു, കുഞ്ചീരയെ വിളിക്കട്ടെ ഓപ്പോള്. കുഞ്ചീരയുടെ പേര് കേട്ടാൽ തന്നെ അപ്പുവിന് പേടിയായിരുന്നു. വേഗം അപ്പു വാ പൊളിക്കും. അവസാനത്തെ ഉരുളയും ഓപ്പോള് അപ്പുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കും. ഇപ്പോൾ അപ്പുവിനറിയാം, 2 കണ്ണനെയും കുഞ്ചീരയെയും പേടിക്കേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും കണ്ണു 2ആണ്. പിന്നെ ആരായിരുന്നു ഈ 2 കണ്ണൻ? അപ്പുവിനെ പേടിപ്പിക്കാൻ വേണ്ടി ഓപ്പോള് മെനഞ്ഞുണ്ടാക്കിയ ഒരു ഭൂതം. 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കുഞ്ചീരയെപ്പറ്റി മുത്തശ്ശി പറഞ്ഞു തന്നത്. ആരാ മുത്തശ്ശി കുഞ്ചീര? മുത്തശ്ശി കണ്ടിട്ടുണ്ടോ കുഞ്ചീരെ? പ്രാന്തൻ കുഞ്ചീരയുടെ കാര്യമാണോ അപ്പു ചോദിക്കണത്? അതേതെ, പണ്ട് ഓപ്പോള് പറഞ്ഞു തന്നതാ. അതോ, അവനൊരു പാവം ചെറുമനല്ലേ. നമ്മുടെ തൊടിയിലെ കൊത്താനും കിളയ്ക്കാനും വന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ചീരയ്ക്ക് പ്രാന്ത് വന്നു. കുളിയില്ല, താടി വടിക്കില്ല, തലമുടി വെട്ടില്ല, ആരോടും മിണ്ടാട്ടില്ല, ആര് ചോദിച്ചാലും സമാധാനം പറയില്ല, ഊര് തെണ്ടി നടക്കും. കുടിയിലെ തള്ളച്ചെറുമിയുണ്ട്. കഞ്ഞി വിളമ്പി കൊടുത്താൽ കണ്ണത്തോടെ മോന്തി കുടിക്കും. ഇരുട്ടത്ത് കയറി വന്ന പായയും തുണി നിവർത്തി ഒറ്റ കിടത്തം. ഒരു ദിവസം കാളി ചത്തു. പിന്നെ ആരുമില്ല കുഞ്ചീരയുടെ കാര്യം നോക്കാൻ. തെണ്ടി നടക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ തിന്നും. മുത്തശ്ശിയും കൊടുത്തിട്ടുണ്ട് ചോറ് കുറേ പ്രാവശ്യം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ചീര ചത്തു. ശവം മറവ് ചെയ്യണ്ടേ. അവൻ കിടന്നിരുന്ന പായയും തുണിയും അവൻ്റെ കുഴിയിലിട്ട് മൂടാന്ന് വിചാരിച്ച് എടുത്തതാ അസ്മാദികള്. അതാ കിടക്കുന്ന ഒരു മൂർഖൻ പാമ്പ് ചത്തുണങ്ങി. പാമ്പ് അവൻ്റെ വിരിപ്പിലേക്ക് കയറിക്കൂടിയതാവും. രാത്രി ചെന്നപ്പോൾ അതിൻ്റെ പുറത്താവും കിടന്നിട്ടുണ്ടാവുക. പാമ്പ് ചത്തു ചീഞ്ഞു. അങ്ങനെ തന്നെ ഉണങ്ങിയിട്ടുണ്ടാവും. കിടക്കണ പായയും വിരിപ്പും എപ്പോഴെങ്കിലും ഒന്ന് കുടഞ്ഞിട്ടുണ്ടാവില്ല.
പ്രാന്തന്റെ പായും വിരിപ്പും കഴുകാൻ ആർക്കാനേരം മുത്തശ്ശി നിശ്വാസം വിട്ടു. അങ്ങനെ 2 കണ്ണന്റെയും കുഞ്ചീരയുടെയും ദൃഷ്ടിയിൽ നിന്ന് അപ്പുവിന് മോചനമായി.